ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈൻ വൈസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊരു എക്സാമ്പിളോടെ മനസ്സിലാക്കി. ഇത് നമ്മൾ ഇലുസ്ട്രേഷൻ 1 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ദ ഫോളോയിങ് റിലേറ്റ് ടു ദ ബുക്ക് ഓഫ് എ ട്രേഡർ ഓൺ 31st December 2012. ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000, സെയിൽസ് 92,000, പർച്ചേസ് റിട്ടേൺസ് 3,000, ക്യാരേജ് ഇൻവേർട്സ് 2,500, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 1,600, പർച്ചേസസ് 36,000, സെയിൽസ് റിട്ടേൺസ് 2,000, വേജസ് 4,000, പവർ ആൻഡ് ഫ്യൂവൽ 1,400, ക്ലോസിംഗ് സ്റ്റോക്ക് 17,000. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് എല്ലാം നമ്മൾ പഠിച്ചാൽ ആർക്കെങ്കിലും അറിയത്തില്ല എങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എക്സാമ്പിളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഹെഡിങ് കൊടുക്കണം അല്ലേ? എങ്ങനെ കൊടുക്കും? ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് ഏത് വർഷം? 31st December 2012. ഇനി നമ്മൾ കോളംസ് വരച്ചു. ഡെബിറ്റ് കോളും ഉണ്ട്, ക്രെഡിറ്റ് കോളും ഉണ്ട്. ഡെബിറ്റിനകത്ത് നമുക്കറിയാം ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 14,000 രൂപ. അത് നമ്മൾ എഴുതി. രണ്ടാമത് നമ്മൾ എന്താ എഴുതേണ്ടത്? പർച്ചേസസ് എഴുതണം. പർച്ചേസസിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറയ്ക്കുകയും വേണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പർച്ചേസസും ഉണ്ട്, പർച്ചേസ് റിട്ടേൺസും ഉണ്ട്. പർച്ചേസസ് എത്ര? 36,000. അതിൽ നിന്നും റിട്ടേൺസ് എത്ര? 3,000 രൂപ കുറച്ച് 33,000 നമ്മൾ ഔട്ടർ ക്വാളിറ്റി എഴുതണം. അടുത്ത് നമ്മൾ എഴുതുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസിനകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട്. ഇതിൽ വേജസ് ഉണ്ട് ഒരു 4,000 രൂപ, പിന്നെ ക്യാരേജ് ഇൻവേർട്സ് ഉണ്ട് 2,500 രൂപ, പവർ ആൻഡ് ഫ്യൂവൽ 1,400 ഉണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 1,600 ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് കോളത്തി എഴുതുക. ക്രെഡിറ്റ് കോളത്തി എന്താണ്? ആദ്യം എഴുതുന്നത് സെയിൽസ്. എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. ഇപ്പോൾ സെയിൽസ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 92,000 രൂപ. റിട്ടേൺസും ഉണ്ട് ഒരു 2,000. അപ്പോൾ 92,000 നിന്ന് 2,000 മൈനസ് ചെയ്ത് 90,000 രൂപ ഔട്ടർ ക്വാളിറ്റി എഴുതുക. ഇനി എന്ത് എഴുതണം? ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര കൊടുത്തിരിക്കുന്നത്? 15,000 രൂപ. അപ്പോൾ 15,000 രൂപയെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് കോളം ടോട്ടൽ ചെയ്യുക. ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയോ? 1,05,000 രൂപ കിട്ടി. ഈ 1,05,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന 14,000, 33,000, 4,000, 2,500, 1,400, 1,600 ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 1,05,000 നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാലൻസ് എത്രയാണ് കിട്ടുന്നത്? 48,500 രൂപ. അത് നമ്മൾ എഴുതുക. അതിൻ്റെ നേരെ എന്ത് കൊടുക്കണം? ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.